ഈ രൂപത്തിലുള്ള ചർച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. ശ്രീകുമാർ താങ്കൾക്ക് ഈ ചർച്ചയിൽ ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് നേരിട്ട് പറയാം. ഈ ചർച്ചയിൽ ഈ അസത്യവാചകൾ പ്രയോഗിക്കാൻ പറ്റില്ല. ഇല്ല ഒരു മിനിറ്റ്, ഈ ചർച്ചയിൽ നിന്ന് അനിൽകുമാറിന്റെ ശബ്ദം മ്യൂട്ട് ചെയ്യണം. ഇല്ല ഈ ചർച്ചയിൽ ഇങ്ങനെ ബാക്കിയുള്ളവരെ പറ്റി അധിക്ഷേപം പറയാനുള്ള ചർച്ചയില്ല. ഇത് മ്യൂട്ട് ചെയ്തേക്കാം. ശ്രീകുമാർ ഇത്തരം വാചകങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. അനിൽകുമാർ, ഹരിഹരന്റെ വീടിന് നേർക്ക് ബോംബേർ ഉണ്ടായിരിക്കുന്നു, അതിന് പിന്നിൽ CPM എന്ന് അദ്ദേഹം സംശയിക്കുന്നു. എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? ഇന്ന് P. മോഹന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാചകങ്ങൾ അതൊരു ഭീഷണിയായിട്ട് അദ്ദേഹം കണക്കാക്കുകയും ചെയ്യുന്നു. എനിക്കറിയില്ല എങ്ങനെ പ്രതികരിക്കുന്നു? അങ്ങനെ ചോദിച്ചാ ഞാൻ ഈ ചർച്ച പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിലെ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത അധമ വർത്തമാനം ഇന്നലെ പറഞ്ഞ ഏറ്റവും വൃത്തികെട്ടൊരു മനുഷ്യന്റെ ശബ്ദം എന്റെ ചെവി കേൾപ്പിച്ചതിന് ഞാൻ ആദ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അലമ്പുണ്ടാക്കുന്ന ഈ പരിപാടിക്കില്ല. അത്തരമൊരാൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ കേട്ടിരിക്കാൻ ഒരു ബാധ്യത എനിക്കില്ല. ആ മനുഷ്യൻ പറഞ്ഞ ഒരു സിനിമാ നടിയുടെ പേരുണ്ടല്ലോ, ആ പേരിന്റെ സ്ഥാനത്ത് മറ്റേത് വനിതയെ ആലോചിക്കാമല്ലോ. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അങ്ങനൊരു മാധ്യമ പ്രവർത്തകയാണല്ലോ സ്മൃതി പരുത്തിക്കാടും. അത്ര നീചമായ മനസ്സുള്ള ഒരു മനുഷ്യനോട് നിങ്ങൾ എത്ര സൗഹാർദ്ദപാത്രമായിട്ടാണ് സംസാരിക്കുന്നത്? അയാളെ ഈ ചർച്ചയ്ക്ക് പങ്കെടുപ്പിച്ചിട്ട് നിങ്ങൾ കേൾപ്പിക്കുന്നത് അതാ ഇന്നലെ പറഞ്ഞ കാര്യം എന്താണ്? ആ കാര്യങ്ങൾ കേട്ടിട്ട് പൊട്ടിച്ചിരിച്ച ആളുകൾ ഇപ്പൊ ചർച്ചയെ വന്നിട്ട് പറയുകയാണ് ഭീഷണി. കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇതിന്റെ അകത്ത് മഞ്ജുവാരുടെ പേരിന് പകരം നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ആരുടെ പേരും ആകാം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ ഉത്തരം പറയാനുള്ള കഴിവ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക്, അതിന്റെ വക്താക്കൾക്ക് ജന്മനാ ലഭിച്ചിട്ടുള്ളതാണ്. ഹാറ്റ്സ് ഓഫ്. മനുഷ്യരോട് നിങ്ങൾ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ചോദിച്ചില്ല അയാളോട്, നിങ്ങളത് ചോദിച്ചില്ല അയാളോട്. ഞങ്ങളത് ചോദിക്കുകയും അതിൽ പ്രതികരണം കഴിഞ്ഞ ബുള്ളറ്റിൽ അയാളോട് ചോദിച്ചോ? നിങ്ങൾ എന്നെ ചോദിച്ചോ? ആ പ്രതികരണം നിങ്ങൾ പിടിച്ചോ എന്നാ ഞാൻ പറയാമല്ലോ. ഇതേ വടകര തന്നെയാണ് ബിനു എന്ന് പറഞ്ഞൊരു പയ്യനെ കൊന്നത്. ബിനുവിനെ കൊന്നതിന് കാരണം എന്താണ്? ബലാത്സംഗം ചെയ്തു. ആരെ ബലാത്സംഗം ചെയ്തു? തെരുവമ്പറമ്പിൽ വനിതയെ ബലാത്സംഗം ചെയ്തു. ഒരു തെരഞ്ഞെടുപ്പ് കൂടെ ഓടിച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ വ്യാജമുണ്ടാക്കിയിട്ട് അവര് ഈ മരിച്ചുപോയ ബിനുവിന്റെ അമ്മയുണ്ടല്ലോ, ഭ്രാന്ത് എടുത്തു നടന്നു. എല്ലാ ചെറുപ്പക്കാരെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ മോൻ ബിനുവാണോ എന്ന് ചോദിച്ചു. ഇത് കണ്ടപ്പോഴാണ് ആ സ്ത്രീ, തിരുവമ്പാറമ്പിലെ വനിത മാനഭംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ആക്ഷേപത്തിന് വിധേയമായ അവർ ആ ഇരയായിട്ടുള്ള വനിത സത്യം പുറത്തു പറയുന്നത്, എന്നെ ബിനു മാനഭംഗം ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ഇവർ പൈസ തന്നിട്ട് ഞാൻ പറഞ്ഞതാണ്. ഈ കേരളത്തിൽ നിങ്ങൾ കേട്ടാ? നിങ്ങൾക്ക് ആർക്കും തോന്നാത്ത എന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി? ഒന്നും ഇങ്ങോട്ട് പറയണ്ട. നീ RMB ഇവിടെ കാണിക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയണോ? RMBയിലെ പഴയ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയണോ? സഖാവ് കുറച്ച് ഇമോഷണൽ ആണല്ലോ. അതല്ലേടോ നമ്മുടെ അടവ് നയം. ഇത്തരം നാടകങ്ങൾ ഇഷ്ടംപോലെ നാടിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിനകത്ത് എന്തോ ഒരു കാര്യം ഉണ്ടായെന്ന് കേട്ട ഉടനെ ക്ഷോഭജനകമായി ഒരു അന്തസ്സുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ അതിഥികളെ വിളിച്ചിരുത്തിയിട്ട് അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ്, ഞങ്ങളെ ഒന്നും മാനിക്കാതെ നിങ്ങൾക്ക് തോന്നിവാസം പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ചർച്ച നിർത്തായിരുന്നല്ലോ. ഇതേ ചർച്ച ഇവിടെ അവസാനിപ്പിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ പണിക്ക് പോകല്ലോ. ഞാനിരിക്കുന്ന ഒരു ചർച്ചയിൽ താങ്കൾ വാർത്തയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ക്ലാസ് എടുക്കേണ്ടതില്ല. ഇക്കാര്യത്തിൽ CPMന്റെ പ്രതികരണമാണ് ശ്രീ അനിൽകുമാറിന്റെ പ്രതികരണമെങ്കിൽ ഞാൻ അത് അങ്ങനെ കണക്കാക്കാം. CPMന്റെ പ്രതികരണമാണ്. ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ, വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കാം, പറയേണ്ട കാര്യങ്ങൾ പറയാം. ശ്രീ അനിൽകുമാറിന്റെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എതിർ പാർട്ടിയിലെ ഒരു നേതാവിന്റെ വീടിന് നേർക്ക് ബോംബേർ ഉണ്ടാകുമ്പോൾ അതിൽ CPMനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? അതിനുള്ള മറുപടി താങ്കൾക്ക് നൽകാമെന്നേ. മറുപടി നൽകുന്നില്ലെങ്കിൽ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ വിഷയം ഇപ്പോൾ എടുക്കേണ്ട എന്ന് താങ്കൾക്ക് പറയാൻ തേച്ചാലും കുളിച്ചാലും പുകാത്ത് പറയാൻ നമുക്ക് അറിയാനിട്ടല്ല. സ്മൃതി പരുത്തിക്കാടിനോട് എന്റെ ചോദ്യം
പി മോഹനൻ മാസ്റ്റർ RMB ആയിട്ട് എന്താ തർക്കം? നിങ്ങളുടെ ലീഡിംഗ് ക്വസ്റ്റ്യൻ ആണല്ലോ. സ്മൃതി ആരുടെ ദാസ്യവേലയാണ് ചെയ്യുന്നത്? അല്പം നാണം വേട്ടോ കേട്ടോ. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. CH കണാരനെ നിങ്ങൾ പരിചയപ്പെടുത്തി എങ്ങനെയാ? നിങ്ങൾക്കൊരു നാണം വേണ്ടേ? നിങ്ങൾ നാണമുള്ളൊരു സ്ത്രീയാണോ നിങ്ങൾ? നല്ല പ്രയോഗം. താങ്കൾ സംസാരിക്കൂ. KS ഹരിഹരനെ വിമർശിച്ചുകൊണ്ട് താങ്കൾ എന്നെ പറയുന്നത് താങ്കൾ വിശദീകരിക്കും. KS ഹരിഹരൻ അവിടെ നിൽക്ക്. നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ആ സ്ത്രീ ലംബടനായ മനുഷ്യനോട് നിങ്ങൾ ചോദിച്ച ചോദ്യം ഒരു മിനിറ്റ് ഇത് പ്രശ്നമാവും. ഈ രൂപത്തിലുള്ള ചർച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് ഈ ചർച്ച ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് നേരിട്ട് പറയാം. ഈ ചർച്ചയിൽ ഈ അസത്യവാചകൾ പ്രയോഗിക്കാൻ പറ്റില്ല. ഇല്ല, അതൊക്കെ താങ്കൾ എവിടെയെങ്കിലും തെളിയിച്ചോളൂ. ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ പറയാൻ പറ്റില്ല. ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല. താങ്കളുടെ നിലപാട് താങ്കളുടെ പാർട്ടിയുടെ നിലപാടാണെങ്കിൽ അങ്ങനെ വിശദീകരിക്കും. പി മോഹന്റെ പേര് എന്തിനാ പറഞ്ഞത്? പി മോഹൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. പി മോഹനൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം നിങ്ങളോടുള്ള ചോദ്യമാണ്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ബഹുമാനപ്പെട്ട സ്മൃതിയോട് പി മോഹൻ എന്തിനാണ് ജയിലിൽ കിടന്നത്? ഞാൻ പങ്കെടുക്കുന്ന ചർച്ചയിൽ പി മോഹൻ എന്തിനാണ് ജയിലിൽ കിടന്നത്? ജയിലിൽ കിടക്കുന്നതിന് തളരരുത് രാമൻകുട്ടി, തളരരുത്. എന്തിനായിരുന്നു ജയിലിൽ കിടന്നത്? താങ്കൾ പറയൂ. സ്മൃതിയുടെ പാട്ടപ്പറമ്പിലാണോ പി മോഹൻ കിടക്കുന്നത്? കോടതി വെറുതെ വിട്ടു. അന്തസ്സായ കോടതി വെറുതെ വിട്ടു. CPM-ന്റെ സെക്രട്ടറിയാ. നിങ്ങളുടെ സൗജന്യം ഒന്നും വേണ്ട. അതുകൊണ്ട് പി മോഹനും RMB ആയിട്ട് തർക്കമുണ്ടോ? 2 ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. സ്മൃതി പരുത്തിക്കാട് 2 ലീഡിംഗ് സാധനം വേണം. കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട കേരളത്തിൽ കണ്ട അതാണ് പറഞ്ഞത്. നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം? ബോറം നിനക്ക് വേണം. കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീലമ്പടനായ ഒരു മനുഷ്യനോട് ഒരു മിനിറ്റ്, ഈ ചർച്ചയിൽ നിന്ന് അനിൽകുമാറിനെ ശബ്ദം മ്യൂട്ട് ചെയ്യണം. ഇല്ല, ഈ ചർച്ചയിൽ ഇങ്ങനെ ബാക്കിയുള്ളവരെ പറ്റി അധിക്ഷേപം പറയാനുള്ള ചർച്ചയില്ല. ഇത് മ്യൂട്ട് ചെയ്തേക്കാം. ശ്രീ അനിൽകുമാർ, ഇത്തരം വാചകങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.